ഒരു പള്ളി പൊളിച്ച വിഷയമല്ലേ ബാബരി? പതിനായിരക്കണക്കിന് പള്ളികളുള്ള ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ഒരു പള്ളിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ടാകും. ബാബരി മസ്ജിദ് ഒരു പള്ളിയുടെ പേര് മാത്രമല്ല, അത് ഇന്ത്യൻ മുസൽമാന്റെ, ഇന്ത്യയിലെ മുസ്ലിം ജനതയുടെ ചരിത്രത്തെ വളച്ചൊടിക്കാനും വക്രീകരിക്കാനും പൈശാചികവൽക്കരിക്കാനുമുള്ള ഹിന്ദുത്വയുടെ പരീക്ഷണശാലയായിരുന്നു ബാബരി എന്ന് പറയുന്നത്. ഈ ബാബരിയെ മുൻനിർത്തിയിട്ടാണ് മുസ്ലിങ്ങൾ ക്ഷേത്രധ്വംസകരാണ് എന്ന് പറയുന്ന കള്ളങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ ബാബരിയെ മുൻനിർത്തിയിട്ടാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കയ്യേറ്റം ചെയ്തവരാണ് എന്ന വിദ്വേഷങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബാബരിയെ മുൻനിർത്തിയാണ് വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, ശത്രുതയുടെ, വിഭാഗീയതയുടെ മതിലുകൾ ഈ രാജ്യത്ത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിതത്തെയും അതുപോലെ തന്നെ പൊതുമനസാക്ഷിയെയും തൃപ്തിപ്പെടുത്താനുള്ള കോടതിയുടെ വിധി തീർപ്പുകൾ കൊണ്ട് അനീതികൾ അനീതിയല്ലാതായി തീരുന്നില്ല. അനീതിയെ കുറിച്ച് ഉറക്കെ സംസാരിച്ചുകൊണ്ട്, ആത്മനിന്ദയില്ലാത്ത, അപകർഷതാബോധമില്ലാത്ത, അഭിമാനത്തോടുകൂടി അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ജനതയായിട്ട് ഈ ശബ്ദങ്ങൾ ഇവിടെ ഇനിയും ഉയരുകയും ബാക്കിയാവുകയും ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ഓർമ്മകൾ ചരിത്രത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് തന്നെ നിൽക്കണം.